photo. Don't forget the way you look me in the eye. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പുറത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സത്യത്തിൽ നമ്മൾക്ക് വീക്കെൻഡ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോളിഡേ കിട്ടുമ്പോൾ എങ്ങോട്ട് പോകുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ മാൾസിലോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് മാത്രം എപ്പോഴും പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് അല്ലേ. അപ്പോൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ അതും ഒരു ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു റെസ്റ്റോറൻറ്റിൽ പോകാം. നമ്മുടെ ഒരു ഫ്രണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ റെസ്റ്റോറൻറ്റിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് ഔട്ട്സൈഡ് ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ എന്നാലും നമ്മൾ പോകും. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു രസമാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് സത്യത്തിൽ. പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ദുബായിലൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഒരു ഔട്ട്ഡോർ എവിടെയും നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇൻഡോർ ആയിട്ട് പിന്നെ എവിടെയാണ് പോവുക? അപ്പോൾ ഇതുപോലെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫിഷർമാൻസ് ഹബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. കിസൈസിലുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് വരുന്നത് കിസൈസിൽ ദമാസ്കസ് സ്ട്രീറ്റിൽ ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയി പോകുമ്പോൾ നല്ലൊരു വൈബൊക്കെ കിട്ടുന്ന ആ ഒരു കൈൻഡ് ഓഫ് റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ എപ്പോൾ പോകുമ്പോഴും കുറച്ച് തിരക്കുണ്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് വീക്കെൻഡ്സ് ആണെങ്കിൽ. ഇന്ന് റോഡിലൊക്കെ ഇങ്ങനെ തിരക്കായി വരുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ടൈമാണ്. ദുബായിൽ പ്രത്യേകിച്ച് ഒരു നൈറ്റ് ലൈഫൊക്കെ ആണല്ലോ. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും കുറച്ചിങ്ങനെ തിരക്കായി വരും. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കിസൈസിലുള്ള ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലാണിത്. ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ഫിഷർമാൻസ് ഹബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് തിരക്കായിരുന്നു. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇത് സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ വെയിറ്റിംഗ് ഏരിയ ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട്ഡോർ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ്സൊക്കെ നമ്മൾ അതിനകത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇത്തിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു. വിൻ്റർ ടൈം ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതായി പുറത്തൊക്കെ കുറേ സീറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനും ടെറസ് സീറ്റിങ്സിലൊക്കെ പോയി ഇരുന്ന് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഫിഷർമാൻസ് ഹബിൻ്റെ. ഇതിൻ്റെ പുറത്തായാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഇൻസ്റ്റഗ്രാമബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതും അതുപോലെ നമുക്ക് വിൻ്റർ ടൈം ആണെങ്കിൽ പ്രത്യേകിച്ചും ഇവിടെ പുറത്തിരുന്ന് കഴിക്കാനൊക്കെ നല്ലൊരു വൈബാണ്. നമ്മുടെ കൂടെ ഒരു കുഞ്ഞ് ബേബി ഉണ്ട് കേട്ടോ, നമ്മുടെ വേദക്കുട്ടിക്ക് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാരണം ഒരു 20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് എടുക്കുന്നുണ്ട് കൊച്ചിന്. എന്നാൽ അടങ്ങിയിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ വേദക്കുട്ടീനെ ഇങ്ങനെ നിർത്തി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനും പറ്റിയ ഒരു കിഡ്സ് ഏരിയയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കിഡ്സ് ഏരിയയാണ്, ഒരു കിഡ്സ് പ്ലേ ഏരിയ അതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു ചെറിയ ഏരിയ ആണ്. ഒരു സ്ലൈഡും 2 ഊഞ്ഞാലൊക്കെ ഇട്ട് ചെറിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും അതുപോലെ ചുമ്മാ ഇവിടെ നടക്കാനൊക്കെ ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതുകൊണ്ടാണ് ഞാനൊരു ഇൻസ്റ്റഗ്രാമബിൾ എന്നൊക്കെ പറഞ്ഞത്. വെറുതെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതാണ്. പക്ഷേ വിൻ്റർ ടൈം ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളെ വിളിച്ചു. അവർ ഒരു 2-3 ഫാമിലി ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളും കയറി. സത്യത്തിൽ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ വ്ളോഗ് ചെയ്ത് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോസ് എടുക്കും. പക്ഷേ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിത് കാര്യം മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഫുഡ് വരുന്നതും വെക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല. എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ച് പാസ്തയൊക്കെ കഴിച്ചു. ഞാൻ ഇവിടെ കഴിച്ച് കഴിയാറായപ്പോഴാണ് സത്യത്തിൽ ഓർത്തത്. അപ്പോഴാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങളായാലും സ്റ്റാർട്ടേഴ്സ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ഫിഷ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ചിക്കൻ്റെയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷിൻ്റെയും ചിക്കൻ്റെയും ഒരു സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ മെയിൻ കോഴ്സ് വെറുതെ ഒന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന്. നമ്മളിതാ ഒരു ഫിഷ് തവ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഡിഷും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പോർഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ഐറ്റംസിലെ നാനും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൽക്കഹോളും കിട്ടും കേട്ടോ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.